ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതെനിക്ക് കസ്റ്റമൈസേഷൻ വന്നൊരു വർക്കാണ് കേട്ടോ. എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു വളയായിരുന്നതേ, അത് ഒടിഞ്ഞുപോയി. അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ചോദിച്ചു, ഇതൊന്ന് പെൻഡൻ്റ് ആക്കിയിട്ട് ഒരു മാല ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് സാധനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെയാണ് സെറ്റാക്കിയത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ബോറായിട്ട് തോന്നി. അപ്പോൾ ഞാനത് പിന്നെയും അഴിച്ചിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2-3 ടൈപ്പിൽ ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയ രീതിയിലാണ് ഞാൻ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത മോഡലിൽ തന്നെ കുറച്ച് ഗ്യാപ്പിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത്രയും ഗ്യാപ്പ് വേണ്ട, കുറച്ച് അടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒടിഞ്ഞു പോയതായതുകൊണ്ട് തന്നെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ 2 സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇത്തിരി കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാവില്ല. പക്ഷെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലെങ്തിൻ്റെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്ത രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇതുപോലൊന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് 7000 ആണ്. ഞാൻ മിക്കവാറും എൻ്റെ ജ്വല്ലറീസൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ തന്നെയാണിത്. അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പെൻഡൻറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞിരുന്നത് ത്രെഡിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഡയറക്റ്റ് ത്രെഡ് ഇതിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഡോരിയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സിൽവർ ബീഡ്സും അതുപോലെ തന്നെ ഈ സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനാണല്ലോ ത്രെഡാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്കും സിൽവറും കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ബീഡ്സും എടുക്കുന്നുണ്ട്, മെറ്റൽ ബീഡ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ബീഡ്സ് ഇട്ട് അത് കഴിഞ്ഞിട്ടൊരു സിൽവർ ബീഡ്സ് ഇട്ട് അങ്ങനെയാണ് അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 2-3 ബീഡ്സ് കൊടുത്തിട്ട് ബാക്കി ഡോരി അറ്റാച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡോരി ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കോർത്തെടുക്കുന്നത്. ഒരു 3 ബീഡ്സ് ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഡോരിയായിട്ട് അറ്റാച്ച് ചെയ്ത് ഗിയർ ലോക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ട് കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആളൊക്കെ ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പിന്നെ ഇത് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ കാണാൻ ഇത്തിരി ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. ലൈറ്റ് വെയ്റ്റഡ് ആണ്, ഈ പെൻഡൻ്റ് ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ കസ്റ്റമർക്കും ഇഷ്ടമായി. അപ്പോൾ മാല എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.